രാം നാരായൺ രാം. ലോകത്തിലെ എല്ലാ ഗ്രഹങ്ങളും പരസ്പരം ബന്ധപ്പെട്ട് നിലകൊള്ളുന്നു. ഗ്രഹങ്ങൾക്ക് മാത്രമല്ല, എല്ലാ ജീവജാലങ്ങൾക്കും ഈ ഗ്രഹങ്ങളുടെ സ്വാധീനം ബാധകമാണ്. അതിനാൽ ഈ ബന്ധത്തിൻ്റെ സൂത്രം ഒറ്റതാണ്. സാധന ചെയ്യൂ, ധ്യാനം ചെയ്യൂ. മനസ്സിൽ ആ വിശേഷതയുണ്ട്. ഏതെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് അത് നമ്മുടെ അടുത്തേക്ക് ആകർഷിക്കപ്പെടുന്നു. കാന്തികം ഇരുമ്പും മറ്റു വസ്തുക്കളെയും ആകർഷിക്കുന്നു. അതിനുള്ള ശക്തിയുണ്ടാകുന്നതിനാൽ മാത്രമാണ് അതിന് സാധിക്കുന്നത്. മനസ്സും കാന്തികം പോലെയാണ്. വിഷയവസ്തുക്കളിൽ ഇത്തരത്തിലുള്ള ബന്ധമുണ്ട്. മനസ്സിൻ്റെ ശക്തിയുള്ള ധ്യാനത്തിലൂടെ അല്ലെങ്കിൽ യോഗാഭ്യാസത്തിലൂടെ മനസ്സിൻ്റെ നിയന്ത്രണം നടത്തുമ്പോൾ അതിന് ശക്തി ലഭിക്കുന്നു. അത് ആകർഷിക്കുന്ന വസ്തുക്കൾ ആ ആകർഷണത്തിനായി കാത്തിരിക്കുന്നു. മനസ്സെന്നത് മറ്റു വസ്തുക്കളെ ആകർഷിക്കാനാകുന്ന ഒരു വസ്തുവാണ്. ആകർഷണശക്തി ലോകത്തിൻ്റെ ആകർഷണശക്തിയിൽ നിന്നാണ് ലഭിച്ചത്. മനസ്സ് പുതിയ വസ്തുക്കളെ ആകർഷിക്കുമെന്നില്ല. അതിനു മുമ്പേ ഉള്ളതിനെ കൂടുതൽ ശക്തിപ്പെടുത്തിയാണ് ആകർഷിക്കുന്നത്. നിങ്ങൾ ചെയ്യുന്ന ധ്യാനവും യോഗവും ആകർഷണശക്തി വർദ്ധിപ്പിക്കുന്നതിലേക്കാണ്. ഓരോ വസ്തുവിനും ഉള്ളിലെ അന്തര്യാമിത്വം, സർവജ്ഞത, മറ്റ് സഹകാരശക്തികളാൽ വസ്തുവിനോട് തന്നെ ബന്ധപ്പെട്ടിരിക്കുന്നു. മനസ്സെന്നത് അനന്തമായ ജഗത്തിൻ്റെ മനസ്സുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. നമ്മുടെ സൂര്യനെപ്പോലെ അനന്തസൂര്യന്മാരും ഭൂമി പോലെ അനവധി ഭൂമികളും ഉണ്ട്. അവയിൽ നിങ്ങളെപ്പോലെ അനേകർ അവരുടെ കുടുംബങ്ങളോടൊപ്പം താമസിക്കുന്നു. ആ ഗ്രഹങ്ങളിൽ നിങ്ങൾക്ക് എത്രയെത്രയെ കാണാനാകുന്നു. സൃഷ്ടി ഇങ്ങനെ തന്നെയാണ്. ഓരോ ജീവിയുമായും അനന്തജീവികളുമായുള്ള ബന്ധത്തിലൂടെ ഈ സൂത്രം രൂപം കൊണ്ടതാണ്.